ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു ടെമ്പിൾ വിസിറ്റാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കുടുംബ കോവിലിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ക്ഷേത്രം വരുന്നത് പാറശാലയ്ക്ക് അടുത്തുള്ള മെതുമൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് 2 ദിവസത്തെ ഉത്സവമാണ്. ഫസ്റ്റ് ദിവസം പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ദിവസം രാവിലെ ആയിരുന്നു പൊങ്കാല, വൈകിട്ട് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി തുള്ളലുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് 2ാം ഉത്സവത്തിൻ്റെ അന്ന് വൈകുന്നേരമാണ്. അപ്പം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഓഫീസിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ നേരെ കോവിലിൽ പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയതും ദീപാരാധന ഉണ്ടായിരുന്നു. അങ്ങനെ ദീപാരാധന തൊഴാൻ പറ്റി. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ കസിൻസും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പം എല്ലാ വർഷവും നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കാത്തിരിപ്പിൻ്റെ പ്രധാന കാരണം ഈ ഒത്തുകൂടൽ മാത്രമല്ല കേട്ടോ, രാത്രി നടക്കുന്ന തുള്ളലാണ് പ്രധാന എയിം. അപ്പോൾ നമ്മൾ എല്ലാ കസിൻസും ഈ തുള്ളൽ കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വന്നാലും നമ്മൾ എങ്ങനെയായാലും കോവിലെത്താൻ ശ്രമിക്കും കേട്ടോ. രാത്രി നമുക്ക് രാവിലെ വരാൻ പറ്റില്ലെങ്കിലും രാത്രിയെങ്കിലും നമ്മൾ കോവിലെത്താൻ വേണ്ടി ശ്രമിക്കും കേട്ടോ, ആ തുള്ളൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞും മുത്തും നിത്താരയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കുട്ടി പട്ടാളംസും പിന്നെ നമ്മുടെ ഏജിലുള്ള കുറേ ആൾക്കാരും പിന്നെ നമ്മളെക്കാളും കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവൽ പോലും നമ്മുടെ അമ്മമാർ, ആ ഒരു ലെവലും അങ്ങനെ ഓരോ ജനറേഷനിലുള്ള ആൾക്കാരും ടീമായിട്ട് അവിടെ ഇരുന്ന് നമ്മളിങ്ങനെ സംസാരിച്ച് അങ്ങനെ കുറേ സമയമൊക്കെ അങ്ങനെയൊക്കെ പോകും. അങ്ങനെ ദീപാരാധന കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുട്ടിപ്പട്ടാളംസിൻ്റെ കളികളും ഒക്കെ ബഹളങ്ങളൊക്കെ കണ്ടുകൊണ്ട് കുറേ നേരം ഇരുന്നു. പിന്നെ നമ്മുടെ അമ്മമാരുടെ സെറ്റ് ഉണ്ടല്ലോ, അതായത് മാമി, വല്യമ്മ, അങ്ങനെയുള്ള കുറച്ച് സെറ്റ് ആൾക്കാർ ഒരു സൈഡിലും പിന്നെ അവരുടെ അമ്മമാർ കാണുമല്ലോ, അതായത് എൻ്റെ അമ്മൂമ്മമാർ. അപ്പം എൻ്റെ കുറേ അമ്മൂമ്മമാരുണ്ട്. അപ്പോൾ അവരുടെ ടീം വേറൊരു സെറ്റായിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് ഓരോ കഥയും ഇതൊക്കെ പറഞ്ഞ് കുറേ സമയമൊക്കെ അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. അപ്പം തുള്ളൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം രാത്രി ഒരു 12 മണി 11 ആവും. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ സെറ്റായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചും കളിച്ചും പിള്ളേരുടെ കളിയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെയൊക്കെ സമയം പോകുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഭജന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊച്ചച്ഛൻ പായ എടുത്തുകൊണ്ട് വന്ന് അവർക്ക് ഇരിക്കാൻ കണക്കാക്കി പായ എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പം അത് വിരിച്ചതും ഉടനെ നമ്മുടെ കുട്ടിപ്പട്ടാളംസ് എല്ലാം അതിൻ്റെ മണ്ടേ കയറി കളിയായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത് വീണ്ടും കൊച്ചച്ഛൻ വേറെ തപ്പി പിടിച്ച് കൊണ്ടുവന്ന് ഭജനക്കാർക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ ഭജന സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ നിത്താരക്കുട്ടിയാണെങ്കിൽ പയ്യ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ വാങ്ങിക്കാം, അവരെന്താ പാടുന്നതെന്നൊക്കെ നോക്കി കുറേ നേരം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും അവരെ ഇൻസ്ട്രുമെൻറ്റ് പിടിച്ച് വാങ്ങിക്കും തന്നെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അവളങ്ങനെ അവരെ ശല്യം ചെയ്യുകയോ പിടിച്ച് വാങ്ങിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. മിണ്ടാതെ കേട്ടോണ്ട് അവരെ കൂടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് അവൾ അതിൻ്റെ താളത്തിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്നിരുന്നു. അപ്പോൾ ബാക്കിൽ നിന്ന് കളിച്ചപ്പം ഭജനക്കാർ ബൈൻഡ് ചെയ്യാത്തതുകൊണ്ട് പാവം നമ്മുടെ നിത്താരക്കുട്ടി ഫ്രണ്ടിൽ പോയിന്ന് കളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ പൂജയ്ക്ക് വന്നതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലെങ്തി വീഡിയോ ഇതുപോലത്തെ തുള്ളലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം, കാണാത്തവരുണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഭജനക്കിടയിൽ എൻ്റെ കൊച്ചനാണെങ്കിൽ എല്ലാ പിള്ളേർക്കും പൂ വെച്ച് കൊടുത്തു കേട്ടോ, മുല്ലപ്പൂ കിട്ടിയത്. അപ്പോൾ നമ്മുടെ നെച്ചക്കുട്ടിക്ക് മാത്രം മുല്ലപ്പൂ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് സങ്കടമായി. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് പറയായിരുന്നു, അപ്പോൾ എനിക്ക് മാത്രം മുല്ലപ്പൂ തന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം പൂ തീർന്നു കാണും, എവിടെയെങ്കിലും നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ കൊണ്ടുവന്ന് തരും എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അങ്ങനെയൊക്കെ വിട്ടു കേട്ടോ. പിന്നെ ഈ തുള്ളലിന് വേണ്ടി നമ്മൾ പൂപ്പട വരുമല്ലോ. അപ്പോൾ പൂപ്പട വരാൻ വേണ്ടിയിട്ട് പൂവൊക്കെ നമ്മളിങ്ങനെ പിച്ചിടും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ പോയതിന് ശേഷം പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചോറൊക്കെ ഉണ്ടതിന് ശേഷമാണ് പൂവൊക്കെ ഇറുത്തിടാറുള്ളത്. അപ്പം ഇപ്പം 2 പൂ എന്താ ഒരു ഇറുത്തിടാൻ വിട്ടുപോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2-3 താമരപ്പൂ കിട്ടി കേട്ടോ. കുറച്ച് താമരപ്പൂ ഇറുത്തിടാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് താമരപ്പൂവൊക്കെ ഇറുത്തിട്ടായിരുന്നു. അങ്ങനെ 11:30 ആയപ്പോഴത്തേക്ക് തുള്ളൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചനും അപ്പൂപ്പനും ഇവർ രണ്ടുപേരുമാണ് എല്ലാ വർഷവും തുള്ളാറ്. അപ്പം അവർ രണ്ടുപേരും റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൽ ചേച്ചിയുണ്ട് അനിയത്തിയുണ്ട്. അപ്പോൾ 2 പേര് തുള്ളണം. അതൊന്ന് കൊച്ചൻ നിൽക്കും, പിന്നെ ഒന്നിൽ അപ്പൂപ്പൻ നിൽക്കും. അപ്പം അനിയത്തിയുടെ അവിടെ നിൽക്കുന്നത് കൊച്ചനും ചേച്ചിയുടെ അവിടെ നിൽക്കുന്നത് അപ്പൂപ്പനുമാണ്. അങ്ങനെ പോറ്റിയും അവരും കൂടെ പൂപ്പട വരാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തു തുടങ്ങി. എല്ലാ പൂവും ഇങ്ങനെ ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ മേളിൽ നമ്മൾ എന്താ പറയുക, പന്തം ഉണ്ടല്ലോ, തീപ്പന്തം കൊളുത്തി വെക്കും.
അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ തുള്ളൽ കാണാൻ എല്ലാവരും വരുമെങ്കിലും എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബാക്കിലോട്ട് ഒതുങ്ങി പേടിച്ച് മാറി നിൽക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ വലുതായിട്ട് അങ്ങനെ പേടിക്കാനൊക്കെ ഒന്നും ഇല്ല കേട്ടോ. പണ്ടാണെങ്കിൽ ഈ മതിലുകളൊന്നും ഇല്ലായിരുന്നു, മൊത്തം വിളയായിരുന്നു. അപ്പം ദേവി കയറാൻ നേരത്ത് ചേച്ചിയുടെ ദേവിയാണെങ്കിൽ കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോവും. പക്ഷെ അനിയത്തിയുടെ ദേവിയാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് ദൂരം ഇങ്ങനെ ഓട്ടിക്കുന്നതല്ല, ദേവി ഇങ്ങനെ കാര്യം പറയാനും ഓരോന്നും തരാനും വേണ്ടി വരണതാണ്. പക്ഷെ നമ്മളിങ്ങനെ പേടിച്ചിട്ട് ആ വിള മൊത്തം ഇങ്ങനെ ഓടുമായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും മിസ് ചെയ്യാതെ ഈ പൂജയ്ക്ക് വരുന്നത് കേട്ടോ. എത്ര നേരത്തെ ഉറങ്ങുന്നവരാണെങ്കിൽ പോലും ഈ ഒരു ദിവസം നമ്മൾ രാത്രി 12 മണിയായാലും 1 മണിയായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാതിരിക്കും. അത്രയ്ക്കും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന മൊമെൻറ്റ്സാണ് കേട്ടോ ഇത്. അപ്പോൾ പൂപ്പടയൊക്കെ സെറ്റ് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ചെണ്ടമേളക്കാർ കുറച്ച് കൂടുതൽ വേഗത്തിൽ ചെണ്ട കൊട്ടാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ മണിയൊക്കെ അടിക്കും. പിന്നെ എൻ്റെ അച്ഛനും എല്ലാവരും കൂടെ ചെവിയിൽ വന്ന് അവരെ കുറച്ചുകൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും, ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട്. ആ ചെണ്ടയുടെ ആ ഒരു മേളവും ആ ഒരു ബഹളമൊക്കെ ഇങ്ങനെ കുറച്ചുകൂടെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചെടുക്കും കേട്ടോ. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര പേടിയാണ്, ഇപ്പം ദേവി കയറും എന്ന് പറഞ്ഞ് മിക്കവരും ബാക്കിലോട്ട് പേടിച്ച് മാറി നിൽക്കും. അപ്പം ഇനിയുള്ള വിശേഷങ്ങൾ എന്തായാലും പറഞ്ഞു കേൾക്കുന്നതിനേക്കാളും കാണുന്നതായിരിക്കും കേട്ടോ കുറേ കൂടെ രസം. അപ്പം നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. പിന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിലായിരിക്കും എന്തായാലും തുള്ളൽ വരുന്നത് കേട്ടോ. അപ്പോൾ 2 പാർട്ടും കാണാൻ ശ്രമിക്കുക.